മലപ്പുറം തെന്നല അറക്കലിൽ 7 വയസ്സുകാരന് നേരെ തെരുവ് നായക്കൂട്ടം പാഞ്ഞെടുക്കുന്ന CCTV ദൃശ്യം 24ലൂടെ പുറത്തു വന്നിരുന്നു. അങ്ങനെ അതിൽ നിന്നും രക്ഷപ്പെട്ട 7 വയസ്സുള്ള മുഹമ്മദ് ആഷിർ ഇപ്പോൾ 24നോടൊപ്പം ചേരുകയാണ്. നായനെ അങ്ങനെ പേടിപ്പിച്ച് നായനെ ഓടിച്ചിട്ടല്ലേ? എന്താ ഉണ്ടായത്? വീട്ടിക്ക് ചിക്കൻ കൊണ്ടുമ്പോൾ കയറ്റം കയറുമ്പോൾ നായി കാർ പോസ്റ്റിൽ നിന്ന് കടിച്ചാൽ മതി. എത്ര നായകളുണ്ടായിരുന്നു? 7. ആണോ? അവിടെ ഇങ്ങനെ എത്തുമ്പോഴാണോ കണ്ടത് നായനെ? ഞാൻ കണ്ടിട്ടില്ല. നായി കൊച്ചി കണ്ടു വന്ന്. അപ്പം ഞാൻ മുന്നിൽ കൂടുമ്പോൾ മുന്നിൽ നിന്നാണ് നായ വന്നത്. അപ്പം ഞാൻ സൗണ്ട് ഉണ്ടാക്കിയപ്പോൾ നായി പോണി. അപ്പം ഞാനും മണ്ടി. അപ്പം ഒരു താത്ത വന്ന്. അപ്പം നായ്ക്കൾ ഓടി. ആഷിറിന്റെ വീടായിരുന്നോ അത്? ഞാൻ ചിക്കൻ വാങ്ങാൻ പോയി. ആരുടെ വീട്? അയൽവാസിയുടെ വീടായിരുന്നോ? അവിടെ ആ വീടിന്റെ ഏത് ഭാഗത്തേക്ക് ആഷിർ ഓടിയത്? അടുക്കളേക്ക് ഓടി കയറാണോ ഉണ്ടായത്? കയറിയിട്ടില്ല. അടുത്ത താത്ത വന്നി. താത്ത അവിടേക്ക് വന്നി. എന്നിട്ട് കല്ലെടുത്തിന്. അപ്പം ഞാൻ അങ്ങോട്ട് വണ്ടി. അവിടുത്തെ ആ താത്തയാണോ ഈ നായനെ ഓടിച്ചത്? ആകെ പേടിച്ചു പോയോ? പേടിച്ചിട്ടും ചിക്കനൊന്നും നായക്ക് വിട്ടുകൊടുത്തില്ല അല്ലേ? ചിക്കൻ കൊണ്ടാണോ ഓടിയത്? ഇത് എന്നാ സംഭവിച്ചത്? ആ താത്ത പിന്നെ എന്ത് പറഞ്ഞു? ആശ്വസിപ്പിച്ചോ? ഈ നായകന് സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ട് അവിടെ? എങ്ങനെയാണ്? എന്റെ പേരിൽ കൂടി ഒന്നും പോരുണ്ട്. ഒന്നും ഞാൻ കാണുന്നു. ഈ അടുത്ത വീട്ടിലൂടെയാണോ ആഷിറിന്റെ വീട്ടിലേക്ക് എത്തുക? ഇപ്പൊ പേടിയൊന്നുമില്ലല്ലോ. ആഷിർ ധൈര്യമായിട്ട് തന്നെ നായനെ നേരിട്ടു. അത്ര നായക്കൂട്ടം വന്നിട്ടും ആഷിർ ചിക്കനും കൊടുത്തില്ല എന്ന് മാത്രമല്ല, ബഹളം ഉണ്ടാക്കി നോക്കി. നായ പോകുന്നില്ല കണ്ടപ്പോഴാണ് ബഹളം ഉണ്ടാക്കി ഓടിയതല്ലേ? മിനിഞ്ഞാന്ന് ശനിയാഴ്ച രാവിലെ ഒരു 11 മണി സമയത്ത് പിന്നെ കുട്ടി വീട്ടിൽ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയി ഇറച്ചി വാങ്ങിയിട്ട് വരികയാണ്. വീട്ടിലെത്താൻ അടുത്ത വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോഴാണ് അവിടെയാണ് ക്യാമറയാണ് കാണുന്നത്. അപ്പോഴാണ് ഇവൻ്റെ വീട്ടിലെത്തിയ അവസ്ഥത്ത് 7 നായകൾ ഒന്നിച്ച് കുട്ടിയെ നേരക്ക് ഓടി വന്നത്. തൊട്ടടുത്ത വീട്ടിലെ ഉമ്മ ഇറങ്ങി വന്നതുകൊണ്ട് രക്ഷപ്പെട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് വലിയ അപകടം ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടായി. അതുകൊണ്ടാണ് അപ്പോൾ രക്ഷപ്പെട്ടത്. അവിടെ നായ്ക്കൾ വല്ലാതെ ശല്യമുണ്ട്. വലിയ ഭീഷണിയാണ് നാട്ടുകാർക്കും കുട്ടികൾക്കൊക്കെ. രാവിലെ സ്കൂള് മദ്രസയൊക്കെ പോകുന്ന കുട്ടികൾക്കൊക്കെ വലിയ ശല്യമായിട്ട് മാറുകയാണ്. അതിന് അധികൃതരുടെ ഭാഗത്തു നിന്ന് അതിനുള്ള ഒരു നടപടി ഉണ്ടാകുമെന്നാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഒന്നും സംഭവിച്ചില്ല. 7 നായകൾ വന്നുകൊണ്ട് ഒന്നും ഭാഗ്യത്തൊന്നും സംഭവിച്ചില്ല. പക്ഷേ നാളെ ഇനിയിപ്പോൾ ഇതുപോലെ സംഭവിക്കൂല എന്ന് പറയാൻ പറ്റില്ല. കടിക്കുക മാന്ത് എന്തെങ്കിലുമൊക്കെ ചെയ്താലൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതിന് അധികാര ഭാഗത്തു നിന്ന് നല്ലൊരു തീരുമാനങ്ങൾ അതിനുണ്ടാവണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഏതായാലും ആഷിർ രക്ഷപ്പെട്ടു. അല്പം ഭയം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആഷിർ കൂളാണ്, സെറ്റാണ്. തിരൂരിൽ നിന്നും സമീർ ബിൻ കരീം, 24.